ടാസ്ക് 2ന്റെ നമ്മൾ അതിന്റെ അവസാന പാർട്ടിൽ കണ്ടിരുന്നു. എങ്ങനെയാണ് ടാസ്ക് 2 ഇരിക്കുന്നത് നമ്മൾ കണ്ടു. ആ എസ് എഴുതേണ്ട തിയറി പാർട്ട് നമ്മൾ നോക്കി. പിന്നെ നമ്മൾ എന്ത് നോക്കിയത്, അതായത് ഒരു എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ മനസ്സിൽ എസ് എന്ന് പറയാൻ എന്താണ്, നമ്മുടെ മനസ്സിൽ ഒരു എസ് ടാസ്ക് 2 എസ് എന്ന് പറഞ്ഞ നമ്മുടെ മനസ്സിൽ പറഞ്ഞ കാര്യം ഇതാണ്. അതായത് ഒന്ന്, ടാസ്ക് 2 ആദ്യം ചെയ്യേണ്ട പാർട്ട് ടാസ്ക് 2ന്റെ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം മര്യാദയ്ക്ക് വായിക്കും. ആ മര്യാദയ്ക്ക് വായിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്, ഓക്കെ ടാസ്ക് 2ന്റെ എസ്സേയുടെ ക്വസ്റ്റ്യൻ പ്രപ്പോസൽ ആണോ, ആർഗ്യുമെന്റ് ആണോ, അത് ഡിസ്കഷൻ ആണോ? ഓക്കെ, ഡിസ്കഷൻ ആണ് എസ്സേയുടെ ആൻസർ. അങ്ങനെ ഡിസ്കഷൻ വന്നിട്ടുണ്ട്, ഞാൻ എന്താ ആദ്യം ചെയ്യാൻ പോണേ? അപ്പൊ തന്നെ എന്റെ മനസ്സിലേക്ക് വരേണ്ട കാര്യം ഡിസ്കഷന്റെ ഫോർമാറ്റാ വരണ്ടേ. ഡിസ്കഷന്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 2. അപ്പൊ അതിന് 4 പാർട്ടാണ് മെയിൻ ആയിട്ട് വന്നത്. ഇൻട്രഡക്ഷൻ, സപ്പോർട്ടിംഗ് പാരാഗ്രാഫ്, കൺക്ലൂഷൻ. ഇത് ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. അടുത്ത സ്റ്റെപ്പ് തൊട്ടാ ഇൻട്രഡക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മൂന്ന് കാര്യങ്ങൾ ഉള്ളത്. ഒന്ന് അതിന്റെ ഹുക്ക് സെന്റൻസ്, ബ്രിഡ്ജ് സെന്റൻസ്, പിന്നെ തിസീസ് സ്റ്റേറ്റ്മെന്റ്. തിസീസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റിന്റെ ആൻസർ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഹുക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോഡ് ടൈമിൽ വന്ന് പിന്നെ ഞാനത് നാരോ ആക്കി പിന്നെ ഞാൻ അതിന്റെ തിസീസ് സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നു. അപ്പൊ എനിക്കത് കിട്ടി. പിന്നെ എന്റെ മനസ്സിലേക്ക് എന്താ പറയണ്ടേ? ഓക്കെ, എന്റെ സപ്പോർട്ടിംഗ് പാരാഗ്രാഫ് എങ്ങനെ ഇരിക്കണേ? ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ. അടുത്തതില് ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ. പിന്നെ അതിന്റെ കൺക്ലൂഷന്റെ പാർട്ട് അത് 3 തകർത്തിട്ടുണ്ട്. അപ്പൊ ഹുക്ക് സെന്റൻസ് നമ്മൾ വേറെ ഇത് എഴുതി വെച്ചു. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു, അത് കൺക്ലൂഷൻ എഴുതി അവസാനിച്ചു. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോ എക്സാക്ട് തിയററ്റിക്കൽ ഫോർമാറ്റ് ഉണ്ട്. തിയററ്റിക്കൽ ഫോർമാറ്റിൽ എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ എസ് ഇരിക്കണേ. പിന്നെ നമ്മൾ എഴുതേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ വേറെ എസ് എഴുതുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇരിക്കണേ, നമുക്കിപ്പോ കുറച്ച് സെന്റൻസ് അറിയാം. കോമ്പൗണ്ട് സെന്റൻസ് അറിയാം, കോംപ്ലക്സ് സെന്റൻസ് അറിയാം, കോമ്പൗണ്ട് സെന്റൻസ് അറിയാം. സെന്റൻസ് ഇതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ 4 മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. പറയും ഇതൊന്ന് അതാ ഫ്ലോയിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ എസ് ഐക്കകത്ത് എഴുതുമ്പോ ഞാൻ എന്തോർത്ത് എഴുതാൻ പോണ എസ് എഴുതുമ്പോ എനിക്ക് സെന്റൻസിൽ ഫോക്കസ് ചെയ്യണം. സെന്റൻസിൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ആദ്യം ചെയ്യേണ്ടത്? ഞാൻ പ്ലാൻ ചെയ്യണം. എസ് എ പ്ലാൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് എ ഞാൻ പുറത്തിട്ട് പ്ലാൻ ചെയ്യാണ്. അതായത് ഇൻട്രഡക്ഷൻ, സപ്പോർട്ടിംഗ് പാരാഗ്രാഫ്, കൺക്ലൂഷൻ. ഇൻട്രഡക്ഷന്റെ അകത്ത് ഞാൻ എന്തൊക്കെ എഴുതേണ്ടത്? ആ ഇൻട്രഡക്ഷന്റെ അകത്ത് ഹുക്ക് എന്നുള്ളതിന്റെ ഇട്ടിട്ട് അത് എഴുതേണ്ട കാര്യം അവിടെ എഴുതുക. അത് നമ്മൾ വലുതായിട്ട് എഴുതേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ട് എഴുതിയാൽ മതി, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം. അപ്പൊ ഈ ഐഡിയ ഞാൻ അവിടെ എഴുതാൻ പോണേ. അപ്പൊ എന്റെ മെയിൻ എസ്സേയുടെ തീം ഇതാണ്. ആ ഇൻട്രഡക്ഷന്റെ അകത്ത് 3 സെന്റൻസിന്റെ അകത്ത് വരേണ്ട കാര്യം ഞാൻ എഴുതി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ആലോചിക്കാണ്, ഓക്കെ എന്താണ് ടോപ്പിക് നമ്പർ 1? അതിന്റെ എക്സ്പ്ലനേഷൻ ആണല്ലോ സപ്പോർട്ടിംഗ് പാരാഗ്രാഫിനകത്ത് വന്നത്. അപ്പൊ സപ്പോർട്ടിംഗ് പാരാഗ്രാഫിൽ നോക്കി കഴിഞ്ഞപ്പോ എന്റെ ടോപ്പിക് സെന്റൻസിന്റെ അകത്ത് ഞാൻ ഇതാ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ഇതാണ്, അതിന്റെ എക്സാമ്പിൾ ഇതാണ്, കൺക്ലൂഷൻ ഇതാണ്. അപ്പൊ ടോപ്പിക് സെന്റൻസിനകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ സ്മോക്കിങ്ങിനെ പറ്റി എഴുതുവാണെങ്കിൽ സ്മോക്കിംഗ്, ഇൻജൂരിയസ്, ആ 2 വാക്ക് എഴുതിയ പിന്നെ ഞാൻ എഴുതുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി വന്നോളും. പിന്നെ അതിന്റെ അടിയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ ന്യൂ ജനറേഷൻ, അഡ്വർടൈസ്മെന്റ്, ഇൻഫ്ലുവൻസിങ്, ആ 4 വാക്കിന്റെ അകത്ത് വന്നു. ആ 4 വാക്ക് എഴുതി കഴിയുമ്പോൾ അതിന്റെ എക്സ്പ്ലനേഷനായി മാറി. എന്റെ എക്സ്പ്ലനേഷൻ കിട്ടാ പുതിയ ജനറേഷനായ കുട്ടികൾ ഒരുപാട് പേര് സ്മോക്കിംഗ് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം അധികം പിള്ളേർ സ്മോക്ക് ചെയ്യുന്നത്. ആ 4 വാക്കിന് എനിക്കൊരു തീം കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ അതിന്റെ എക്സാമ്പിൾ ഞാൻ എങ്ങനെ പറയുക? ഡിപ്ലോമാറ്റിക്കായിട്ട് പറയാൻ പോണേ. ഫോർ എക്സാമ്പിൾ, ക്യാൻസർ റിസർച്ച് UK പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആൾക്കാർ 18-നും 30-നും വയസ്സുള്ള ആൾക്കാരിലാണ് ത്രോട്ട് ക്യാൻസർ ഏറ്റവും കൂടുതൽ വന്നത്. ഒരു എക്സാമ്പിൾ ആണത്, ഗുഡ് എക്സാമ്പിൾ. അപ്പോ എന്റെ സപ്പോർട്ടിംഗ് പാരാഗ്രാഫ് ഞാൻ സപ്പോർട്ട് ചെയ്തു. പിന്നെ എന്റെ കൺക്ലൂഷൻ എഴുതിയിരിക്കാണ് കുട്ടികളിൽ ഉണ്ടാവുന്ന ഈ സ്മോക്കിംഗ് ഹാബിറ്റ് ഒരു വലിയ ഒരു എന്താ പറയുക എക്സ്പ്ലോഷൻ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് ഇൻ ഫ്യൂച്ചർ ജനറേഷൻസിന്. അപ്പൊ എന്റെ പാരാഗ്രാഫ് കഴിഞ്ഞു. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എത്രയോ കുഞ്ഞതായിട്ട് നമ്മൾ ആ എക്സ്റ്റഡ് ആ ടോപ്പിക്ക് പുറത്തിട്ട് ഞാൻ പ്ലാൻ ചെയ്തത്.
എന്നിട്ട് ഞാൻ അതിന് കാര്യം എഴുതി വെക്കാൻ പോകുന്നു. മൂന്നാമത്തെ പാരാഗ്രാഫ് ഞാൻ ഇത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൺക്ലൂഷൻ ഞാൻ പുറത്തോട്ട് പ്ലാൻ ചെയ്തു. അപ്പൊ പേപ്പറിൽ ഞാൻ കൃത്യമായിട്ട് എഴുതി വെക്കുക. ആ ടൈമില്, പ്ലാൻ ചെയ്യുന്ന ടൈമില് ഐ ആം തിങ്കിങ് അബൌട്ട് ദ ആൻസർ ദ ക്വസ്റ്റ്യൻ. എന്റെ എല്ലാ ഐഡിയാസും കൊടുത്ത് ഞാൻ സെന്റൻസിലേക്ക് ഫോക്കസ് ചെയ്യാതെ ഇതിനെക്കുറിച്ച് മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് ഞാൻ പ്ലാൻ ചെയ്തു. എന്റെ മൈൻഡ് കുറച്ച് ഫ്രീ ആയി. കാരണം എനിക്കിപ്പോ നല്ല ധൈര്യം കിട്ടി ഞാൻ എന്താ എഴുതാൻ പോകണ്ടെന്നുള്ള വിവരം. അപ്പൊ എനിക്ക് ഞാൻ എന്തിലേക്കാ ഫോക്കസ് ചെയ്യണ്ടേ? ഐ ഹാവ് ടു ഫോക്കസ് ഓൺ സെന്റൻസസ്. എക്സാമിനെ എനിക്ക് കാണിച്ചു കൊടുക്കണം. ഐ ഹാവ് ടു പ്രൂവ് ദ എക്സാമർ ദാറ്റ് ഓക്കെ ഐ ആം എനിക്ക് ഇത്ര ടൈപ്പ് ഓഫ് സെന്റൻസ് എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. കാരണം ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. അപ്പോ എന്റെ ഐഡിയ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ആ ഐഡിയ കിട്ടി കഴിഞ്ഞപ്പോ ഞാൻ പഠിച്ചു വെച്ച സെന്റൻസിന്റെ അകത്തുനിന്ന് തന്നെ ഞാൻ പുതിയ അതിന്റെ അകത്ത് ആഡ് ചെയ്ത് ഞാൻ സെന്റൻസ് ഉണ്ടാക്കി വെച്ചു. അപ്പൊ നമ്മുടെ സെന്റൻസുകളിൽ ഒരു തെറ്റുമില്ല, നമ്മുടെ ഐഡിയക്കാസ് ഒരു തെറ്റുമില്ല. നമ്മുടെ ടൈം നമ്മൾ ലാഭിക്കുന്നുണ്ട്. കാരണം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എഴുതണത്. നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഇത് പ്ലാൻ ചെയ്യാതെ പോകുമ്പോൾ ഡിഫിക്കൽട്ടി ആലോചിച്ച് നോക്കി. അതായത് പ്ലാൻ ചെയ്ത് പോകുമ്പോ ഞാൻ സെന്റൻസിനെ കുറിച്ചും ആലോചിക്കണം, ഈ ഐഡിയനെ കുറിച്ചും ആലോചിക്കണം. ഐഡിയ കിട്ടത്തുമില്ല, ഞാൻ ചുമ്മാ ഇറക്കി വരണം. ഇത് പ്ലാൻ ചെയ്തിട്ട് എഴുതാൻ പറയാൻ കാരണം സബ്ജക്ട് ടെസ്റ്റുകൾ എഴുതി മാത്രം ശീലമുള്ള നമുക്ക് ഒരു എസ്സേ പുറത്തിട്ട് പ്ലാൻ ചെയ്ത് എഴുതാൻ നമുക്ക് ശീലമില്ല. അപ്പോ നമ്മൾ അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണം. എന്നൊരു എസ്സേ എഴുതാൻ പോയാലും ഫസ്റ്റ് പ്ലാൻ ഇറ്റ്, എക്സിക്യൂട്ട് ഇറ്റ്. അപ്പോ അങ്ങനെ ഞാൻ എന്റെ എസ്സേ പ്ലാൻ ചെയ്തു. ഇത്രയുമാണ് ഞാൻ എസ്സേ എഴുതുന്ന പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ ഇപ്പൊ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലായി. ഞാൻ എന്താണ് ടാസ്ക് 2 എഴുതേണ്ടത് മനസ്സിലായി, എന്താ ചെയ്യേണ്ടത് മനസ്സിലായി. ദിസ് ഇസ് എ തിയറി പാർട്ട് ഓൺലി. ഓക്കെ, നമുക്ക് ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഫർദർ പോയി നോക്കാം. പിന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഈ ഐഡിയ ഓക്കെ, തിയറിയൊക്കെ ഒരുപാട് പറയാനുണ്ട്, കാര്യം ശരിയാണ്. പക്ഷെ ഈ ഐഡിയ എത്രമാത്രം പ്രാവർത്തികമാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നുണ്ടെങ്കിൽ ചെക്ക് ലിസ്റ്റ് ആൻഡ് സ്കോറിംഗ് ക്രൈറ്റീരിയ ഫോർ ടാസ്ക് 1 and 2. ഇതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അതായത് എന്തൊക്കെ ചെക്ക് ലിസ്റ്റ് ഞാൻ നോക്കണം, എങ്ങനെയാണ് IELTSന്റെ സ്കോർ ചെയ്യണത്. ശ്രദ്ധിക്കുക, സബ്ജക്ട് ടെസ്റ്റ് വായിച്ചിട്ട് സ്കോർ ചെയ്യുന്ന സാറുമാരെ പോലെ അല്ല ഇവര് സ്കോർ ചെയ്യാൻ പോണത്. നോക്കിയേ, the marking of all writing tasks are scored from 0 to 9. Okay, 2 writing tasks then combined adjusted give you a weight score from 0 to 9, the entire writing section. To simply scoring the criteria, there are 4 main components that are measured against. There are 4 main components. നമ്മൾ ഈ 4 കാര്യവും മീറ്റ് ചെയ്ത് നോക്കുക. ഒന്ന്, ടാസ്ക് റെസ്പോൺസ്. How you actually answer the question fully. 25% മാർക്ക് അതിനാ പോണേ കേട്ടോ. ഓക്കെ, അതായത് അവരതിനകത്ത് എന്താ ചെക്ക് ചെയ്യണേ, ഈ കുട്ടിക്ക് ഈ ചോദ്യം വായിച്ചിട്ട് അവന് അതിന്റെ ഉത്തരം മനസ്സിലായി, അതിന്റെ ഉത്തരം എഴുതാൻ അവന് ചോദ്യം മനസ്സിലായി എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഹൗ യു ആക്ച്വലി ആൻസർ ദ ക്വസ്റ്റ്യൻ ഫുള്ളി, 25% മാർക്ക്. അടുത്ത 25% നോക്കിയേ, cohesion. Can the evaluator understand the flow and organization of your essay and all your ideas? എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്നൊന്നുമില്ല. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻട്രഡക്ഷൻ, സപ്പോർട്ടിംഗ് പാരാഗ്രാഫ്, കൺക്ലൂഷൻ കറക്റ്റ് ആ മെത്തേഡിലാണ് വന്നിരിക്കണേ. രണ്ടെന്ന് പറയുമ്പോ ലിങ്കിങ് വേർഡ്സ് ഉപയോഗിച്ച് ഫ്ലോ ഉണ്ടാക്കിയിട്ടുണ്ടോ ആ സെന്റൻസുകൾക്ക്, ആ എസ്സേക്ക് ഫ്ലോ ഉണ്ടാക്കിയിട്ടുണ്ടോ. മൂന്നാമത് ലാക്ഷർ റിസോഴ്സ്. ഹാവ് യു യൂസ്ഡ് വൈഡ് റേഞ്ച് ഓഫ് വൊക്കാബുലറി ആൻഡ് വിച്ച് ഈസ് നോട്ട് റിപ്പീറ്റേറ്റീവ്. വൊക്കാബുലറി ഉപയോഗിച്ചിട്ടുണ്ട്. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, അക്കാദമിക് സബ്ജക്റ്റിന് ഒരു പ്രത്യേക ടൈപ്പ് വൊക്കാബുലറി ആണ്. എല്ലാം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, റീപ്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അന്നല്ലാതെ ഡിക്ഷണറിയിൽ ആരും കേൾക്കാത്ത വാക്ക് കൊണ്ടുവരല്ല വേണ്ടത്. അക്കാദമിക് എഴുതേണ്ട കുറച്ച് വാക്കുകളുണ്ട്, അത് കോമൺ ആണ്, അത് നമ്മൾ പഠിക്കുക. അത് റിപ്പീറ്റേറ്റീവ് അല്ലാണ്ട് വന്നിരിക്കുക.
Grammatical range and accuracy. How we use a wide range of grammatical structures with accuracy. എന്താണ് ഗ്രാമറ്റിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെന്റൻസുകൾ. ഓക്കെ, ഐഡിയാസ് കം ത്രൂ സെന്റൻസസ്. സെന്റൻസ് ഉപയോഗിച്ചിട്ടുണ്ടോ? അപ്പൊ ബേസിക്കലി പറയുവാണെങ്കിൽ നമ്മളിപ്പോ ഒരു കൊച്ചിനോട് IELTS എക്സാം കഴിഞ്ഞ് ഇറങ്ങി വന്ന ഒരു കൊച്ചിനോട് നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അടിപൊളി എക്സാം പറഞ്ഞു, നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ വന്നായിരുന്നു. ഓക്കെ ഫൈൻ, നല്ലവണ്ണം എഴുതി വെച്ചിട്ടുണ്ട്, കൊള്ളാം, വെരി ഗുഡ്. പക്ഷെ ആ കൊച്ച് എഴുതിയിരിക്കുന്നത് സബ്ജക്ട് ടെസ്റ്റ് പോലെ ആയിരിക്കും. ആ കൊച്ചിന്റെ മനസ്സിൽ കൂടെ ഈ 4 കാര്യങ്ങൾ പോയിട്ടുണ്ടാവില്ല. കാര്യം പറഞ്ഞാൽ ആ കൊച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മാർക്ക് ഇടാനായിട്ട് ഈ 4 ക്രൈറ്റീരിയയുടെ കാര്യം ആ കൊച്ചി ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആ കൊച്ചി ചിന്തിക്കുന്നത് ഓക്കെ ഞാൻ എഴുതി, ക്വസ്റ്റ്യൻ വന്നു, ടാസ്ക് ആൻഡ് റെസ്പോൺസ് ചെയ്തു, ആ ഫസ്റ്റ് പാർട്ട് മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ 25%, 25%, 25%, 25% ഇങ്ങനെയാണ് 100 മാർക്ക് ഈ ഇതിന് വന്നത്. സോ ആ കൊച്ചിനോട് നമ്മളോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്ന എക്സാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നല്ലോണം എനിക്ക് മനസ്സിലായി, ഞാൻ അതിന് ആൻസർ ചെയ്തിട്ടുണ്ട്, ഞാൻ മാക്സിമം നല്ലവണ്ണം കുറെ നല്ല സെന്റൻസുകൾ കുറച്ച് ഉണ്ടാക്കാൻ പറ്റി, എനിക്ക് വൊക്കാബുലറി നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ എന്റെ സ്ട്രക്ചർ വെച്ച് തന്നെ എഴുതണം. കണ്ടോ, ദിസ് ഈസ് ദ വേ വി ഹാവ് ടു ആൻസർ. ഇങ്ങനെ നമ്മുടെ ആൻസർ വരുമ്പോഴാണ് നമുക്ക് എന്താ പറഞ്ഞേ, ഐ നോ ദാറ്റ് എക്സാം എളുപ്പമായിരുന്നുള്ളത് വരും. അത് ഞാൻ എക്സാം എളുപ്പമെന്ന് പറയും. എന്റെ അടുത്ത് എക്സാം വേണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നമുക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല, കാര്യം പറഞ്ഞ എക്സാം എഴുതി ഞാനല്ലോ. ഓക്കെ, ടാസ്ക് 1ന്റെ ചെക്ക് ലിസ്റ്റ്. അപ്പൊ നമ്മുടെ എപ്പോഴും മനസ്സിൽ പോകേണ്ടത് ഈ 4 കാര്യങ്ങളാണ് കേട്ടോ. ഈ 4 കാര്യങ്ങളെ മുൻനിർത്തിയാണ്. ഈ 4 കാര്യങ്ങൾ നമുക്ക് നേടാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു പ്ലാൻ ദി എസ്സേ. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട വേറെ എക്സ്ട്രാ അഡ്വാൻസ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ, ഈ ലാക്ഷ്യ റിസോഴ്സസ്, അതായത് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്ന വൊക്കാബുലറി പ്ലാനിങ്ങൾ നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. നമ്മൾ ഗ്രാമറ്റിക്കൽ സ്ട്രക്ചേഴ്സ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. നല്ല നല്ല പിള്ളേരാണ് ഇങ്ങനെയും പ്ലാൻ ചെയ്യും. ഓക്കെ, ടാസ്ക് 2 എന്താ പറഞ്ഞ സപ്പോർട്ടിംഗ് പാരാഗ്രാഫ് 2ന്റെ അകത്ത് ഞാൻ ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ച സെന്റൻസും ഒരു കോമ്പൗണ്ട് സെന്റൻസും ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് സെന്റൻസും ഉണ്ടാക്കും. അങ്ങനെ അവിടെ എഴുതി വെച്ചു, കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് കോമ്പൗണ്ട് സെന്റൻസ് ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ച്, രണ്ടാമത്തെ അകത്ത് ബാസ്കറ്റ് നടുക്ക് വെച്ച സെന്റൻസ്, പിന്നെ ബാസ്കറ്റ് ബാക്കിൽ വെച്ച സെന്റൻസ്, പിന്നെ ഒരു കോമ്പൗണ്ട് സെന്റൻസ്. മൂന്നാമത്തെ വന്നു കഴിയുമ്പോൾ കൺക്ലൂഷൻ വന്നു കഴിയുമ്പോൾ 2 സിമ്പിൾ സെന്റൻസ്, പിന്നെ ഒരു കോമ്പൗണ്ട് സെന്റൻസ് മതി. സോ ദാറ്റ് ഇസ് എ പ്രോപ്പർ വേ ഓഫ് പ്ലാനിങ്. പിന്നെ നമുക്ക് ടെൻഷൻ പിന്നെയും കുറഞ്ഞു, കാരണം നമ്മൾ എഴുതാൻ പോകുന്ന സെന്റൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് എന്തും ബ്ലാബ്ലാ അടിക്കാം, കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കൃത്യമായിട്ടൊരു ആൻസർ ഇല്ല ഈ ക്വസ്റ്റിന്, അല്ലെ? ഈ ക്വസ്റ്റിന് ആൻസർ ഇതാണ്, ക്വസ്റ്റിന്റെ ആൻസർ ഇതാണ്, ക്വസ്റ്റിന്റെ ആൻസർ അവർ എക്സ്പെക്ട് ചെയ്യണേ. പിന്നെ അത് നോക്കിയേ, ആ എക്സാമിന്റെ അകത്ത് അവർ എന്തെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഹാവ് യു ആൻസേർഡ് ക്വസ്റ്റ്യൻ ഫുള്ളി? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചപ്പോ എന്തും മനസ്സിലായി? അതാണ് നോക്കുന്നത്. അപ്പോ വി ഹാവ് ടു ഗോ ത്രൂ ദിസ് 4 eyes. നമ്മുടെ മനസ്സിൽ എപ്പോഴും പറഞ്ഞ കാര്യം അതാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം ചെക്ക് ലിസ്റ്റ്. Once you have written your letter, checklist to make sure that you complete everything in order to have you identify type of the graphic that you used to currently identify by the data is a chart related. അത് ടാസ്ക് 1ന്റെ അകത്താണ്. ഹാവ് യു ഐഡന്റിഫൈ ടൈപ്പ് ഓഫ് ദി ഗ്രാഫ് ദാറ്റ് യു യൂസ്ഡ്. അത് ബൈ ചാർട്ട് ആണോ, ഗ്രാഫ് ആണോ, ടേബിൾ ആണോ? ഹാവ് യു കറക്റ്റ്ലി ഐഡന്റിഫൈ വെദർ ഡാറ്റ ഇൻ ദി ചാർട്ട് റിലേറ്റഡ്. ചാർട്ട് ഗ്രാഫ് എന്ത് വന്നാലും അതിന്റെ അകത്തുള്ള സാധനത്തിന്റെ പേരെന്തുട്ടാ? ഡാറ്റ അല്ലെ, ഓർ ഇൻഫർമേഷൻ. ആ ഡാറ്റ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ ബേസിക്കലി ചോദിക്കുന്നത് അല്ലെ. നോക്കാം ടാസ്ക് റെസ്പോൺസ്. ഈ ഒരു ചെക്ക് ലിസ്റ്റിന്റെ അകത്തോടെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് കടന്നു പോകണം. എന്താ ചെക്ക് ലിസ്റ്റ് നോക്കിയേ? ടാസ്ക് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യാൻ നോക്കി. ഹൗ ഐ റിട്ടൺ ബിറ്റ്വീൻ 250 and 300 words. നമുക്ക് 300 words പോകണ്ട, നമുക്ക് 252 words പോകണ്ട. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വേർഡ്സിലേക്ക് പോകുമ്പോ കെയർഫുൾ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെല്ലിങ് കറക്റ്റ് ആവണം, ആ വേർഡ്സിന്റെ അകത്ത് പോകുന്ന ക്യാപിറ്റൽ ലെറ്റർ കറക്റ്റ് ആവണം,
അത് ആ വേർഡ്സ് ജോയിൻ ചെയ്യുന്ന പ്രപ്പോസിഷൻ നമ്മൾ ഇപ്പോഴും പ്രപ്പോസിഷനിൽ കുറച്ച് വീക്കാ അല്ലെ. അപ്പൊ അത് നമ്മൾ ടു അനുസരിച്ച് അപ്പൊ ആ പ്രപ്പോസിഷൻ അതുകൊണ്ട് നമുക്ക് 252 വാക്ക് മതി കേട്ടോ. How do I clearly identify the task in the introduction? Do I clearly identify the task introduction? Yes. Do I state my position in the introduction and conclusion? Yes. Does each paragraph related to a task? അപ്പൊ ഒന്നെന്ന് പറയുമ്പോ ഒരു പാരഗ്രാഫിൽ എന്നും ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ. കാരണം ഒരു ഐഡിയ കൂടി എഴുതാൻ പറ്റില്ല. നമ്മള് കോമൺ സെൻസ് പോയി ചിന്തിക്കുക, ഒരു ടോപ്പിക് സെന്റൻസ്, ആ ടോപ്പിക്കിന്റെ എക്സ്പ്ലനേഷൻ, ആ ടോപ്പിക്കിന് ബന്ധമായിട്ട് എക്സാമ്പിൾ, അതിന്റെ കൺക്ലൂഷൻ, അപ്പൊ എഴുതാൻ പറ്റുള്ളൂ അല്ലെ. പിന്നെ അതിന്റെ ഇടയ്ക്ക് വേറെ ടോപ്പിക് എഴുതാൻ പറ്റില്ല നമുക്ക്. അപ്പൊ ഈ ഒരു 4 കാര്യങ്ങളാണ് ടാസ്ക് റെസ്പോൺസിന്റെ അകത്ത് ചെക്ക് ചെയ്യണത്. ഒന്നുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എന്താണ് കൊഹിയറൻസ് ആൻഡ് കൊഹീഷൻ നോക്കിയേ. ഹൗ ഐ യൂസ്ഡ് പാരാഗ്രാഫ്സ്, ആ നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചു. അല്ലെ, നമുക്ക് എന്ത് സംഭവിച്ചാൽ നമുക്ക് 4 പാരാഗ്രാഫ് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു. ഓക്കെ. ഈസ് ദർ എ ക്ലിയർ ഇൻട്രഡക്ഷൻ ആൻഡ് മെയിൻ ആർഗ്യുമെന്റ് ആൻഡ് കൺക്ലൂഷൻ. തിസിസ് സ്റ്റേറ്റ്മെന്റും ഉണ്ട്, ഈ ഇൻട്രഡക്ഷനും ഉണ്ട്, കൺക്ലൂഷനും ഉണ്ട്. ഓക്കെ. ഹൗ ഐ യൂസ്ഡ് എക്സാമ്പിൾസ് ആൻഡ് റീസൺസ്. എക്സാമ്പിൾസ് മാത്രമല്ല റീസൺസ് നമുക്ക് എഴുതാം. ശ്രദ്ധിക്കുക, എക്സാമ്പിൾസ് മാത്രമല്ല റീസൺസ് എഴുതാം. ടു മൈ സെന്റൻസ് ലിങ്ക് ടു ദ ലിങ്കിങ് വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്നലെ കുറച്ച് ലിങ്കിങ് വേർഡ്സ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഹൗ ഐ യൂസ്ഡ് പഞ്ച്വേഷൻ, അതിൽ നമുക്ക് ജോലി തെറ്റി പറയാൻ പറ്റില്ല. നമുക്ക് ഒരു കോംപ്രമൈസ് അത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എഴുതിയിട്ട് അതിനകത്ത് പഞ്ച്വേഷൻ ശരിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഗോ ബാക്ക് അഗെയിൻ, വി ഹാവ് ടു സ്റ്റാർട്ട് അഗെയിൻ. ഓക്കെ. ഹൗ ഐ യൂസ്ഡ് ട്രാൻസിഷൻ ആൻഡ് കണക്ടിങ് ഫ്രേസസ്. ലിങ്കിങ് വേർഡ്സ് അല്ല, ഫ്രേസ് ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഉപയോഗിച്ചത്. അടുത്ത ലാക്ഷ്യ റിസോഴ്സസ്. ഹൗ ഐ റിപ്പീറ്റ് ദ വേർഡ് എമംഗ് ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒരിക്കലും കോപ്പി ചെയ്ത് എഴുതാൻ പാടില്ല. ഓക്കെ. ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന പേര് എന്ത് ജേഴ്സിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പശുവിനെ എഴുതാവുള്ളൂ കേട്ടോ. ഓക്കെ. ആർ ദർ എനി വേർഡ്സ് ഐ റിപ്പീറ്റ് കോൺസ്റ്റന്റ്ലി. അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ വരില്ല കേട്ടോ, ഡോണ്ട് വറി. അതിന് ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോ ഇപ്പോ എർത്ത് എന്നുള്ളതിനെ കുറിച്ചാണ്. എർത്ത് 5 പ്രാവശ്യം ചെയ്തതിന് കുഴപ്പമില്ല. കാരണം പറഞ്ഞാൽ എർത്തിന് വേറൊരു വാക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആ വാക്കുകൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കാതെ എർത്തിന് പകരം പിന്നെ ഇറ്റ് നമ്മൾ പറയാം എർത്തിന് അല്ലെ. സോ വി ഹാവ് ടു പ്ലേ അറൌണ്ട് ദ ഗെയിം. കാരണം നമ്മൾ പ്രോനൗൺസ് ഉപയോഗിച്ച് പോയിട്ടുണ്ടോ നമ്മള് ഇതിൽ കൂടുതൽ ഒബ്സസ് ആവേണ്ട കാര്യമില്ല കേട്ടോ. ചില പിള്ളേർക്ക് ഇങ്ങനെ ഒബ്സഷൻ വരാറുണ്ട്. അതായത് ഞാൻ ആ വാക്കോട് ഉപയോഗിച്ചു, സാറല്ല ഇരുന്നോട്ടെ കുഴപ്പമില്ല, അത് സെന്റൻസിന്റെ നല്ല സെന്റൻസ് ആണെങ്കിൽ സാറന്മാരത് ശ്രദ്ധിക്കൊന്നുമില്ല. ഇപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഹൗ ഐ യൂസ് സം അക്കാദമിക് വൊക്കാബുലറി. കണ്ടോ, ഹൗ ഐ യൂസ്ഡ് സം അക്കാദമിക് വൊക്കാബുലറി. നമ്മൾ കാണുന്ന എല്ലാം അക്കാദമിക് വൊക്കാബുലറിയാ. ഹൗ ഐ യൂസ്ഡ് വൊക്കാബുലറി സ്പെസിഫിക് ടോപ്പിക് ദ ക്വസ്റ്റ്യൻ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അതായത് ഇപ്പോ കോളറെ കുറിച്ച് പറയുകയാണെങ്കിൽ കോളർ ഉണ്ടാക്കണ ആ വൈറസിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മാർക്ക് കിട്ടും അല്ലെ. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജില് ആ വൈറസിന്റെ പേര് ഇംഗ്ലീഷിൽ നമുക്ക് പറയാൻ അറിയാം, അല്ലാണ്ട് സബ്ജക്റ്റോട് ബന്ധപ്പെട്ടല്ല കേട്ടോ. വി നോ ദാറ്റ്. അടുത്ത നോക്കുക, ഗ്രാമറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി. ഹൗ ഐ ചെക്ക്ഡ് മൈ സ്പെല്ലിംഗ്. How I checked my verb tenses. Oh dear. നമുക്ക് ഒരിക്കലും തെറ്റില്ല അല്ലെ. ഇയാൾക്കൊരു ടെൻസ് തെറ്റാനേ പാടില്ല കേട്ടോ. Are my sentences between 15 to 25 words long? ഇതിനെ കുറിച്ച് വറി ചെയ്യുകയേ വേണ്ട കേട്ടോ. അതായത് നമ്മളിപ്പോ ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എഴുതുമ്പോ അതൊരു 10, 18, 29 ആ റേഞ്ച്. ഒരു കോംപ്ലക്സ് എഴുതുമ്പോ മിനിമം ഒരു 12 വേർഡ് ഇല്ലാതെ നമുക്കൊരു കോംപ്ലക്സ് എഴുതാൻ പറ്റില്ല. ഓക്കെ. സോ അങ്ങനെ വലുതാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ബാസ്ക്കറ്റ് ബാക്കിൽ നിന്ന് ഫിറ്റ് ചെയ്താൽ നമുക്ക് എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കും അല്ലേ. സോ അതിലേക്കല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കറക്റ്റ് സെന്റൻസുകളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. That is not exactly right. Okay. So IELTS writing knowledge test.
How many parts does Akami writing test have? Candidates must write a long sentence, short sentence, one longer, one short. അതൊന്ന് ക്വസ്റ്റ്യൻ കൊടുത്തത് ആൻസർ എന്നതിന് ആദ്യത്തെ ആൻസർ ബി ആണ്. രണ്ടാമത്തെ ഹൗ മെനി പാർട്സ് ഡസ് അക്കാദമിക് റൈറ്റിംഗ് ഹാവ്? 2 parts അല്ലെ. അത് ഗ്രാഫ് ഉണ്ട്, എസ് എ ഉണ്ട്. രണ്ടാമത്തെ ആൻസർ നമ്പർ എടുത്തില്ല. ഞാൻ അതൊരു ഇറലവന്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഞാൻ ഈ എസ് എ വായിക്കാൻ പോവാ. നിങ്ങൾ ഈ എസ് എക്കകത്ത് ഞാനിത് വായിച്ചുകൊണ്ട് പോകുമ്പോ ഞാൻ ചെറിയ ചെറിയ എക്സ്പ്ലനേഷൻ പറഞ്ഞുകൊണ്ട് പോകും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. അതിന്റെ ഒപ്പം തന്നെ ഫോക്കസ് ചെയ്യേണ്ടത് അക്കാദമിക് ഒക്കാബുലറി നോക്കുക കേട്ടോ. ഒക്കാബുലറി മാത്രം നോക്കി പോയാൽ മതി. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടോണ്ട് ഒക്കാബുലറി മാത്രം നോക്കി പോയാൽ മതി കേട്ടോ. നമുക്കപ്പം മനസ്സിലാവും എന്താ നമ്മൾ ഒക്കാബുലറി എന്നുള്ള വിവരം. ഓക്കെ, അപ്പോ തന്നെ എസ് ഞാൻ വായിക്കാണ്. ഷുഡ് മ്യൂസിയംസ് ആൻഡ് ആർട്ട് ഗാലറീസ് ബി ഫ്രീ ഓഫ് ദി ചാർജ് ഫോർ ദി ജനറൽ പബ്ലിക്, ഓർ ഷുഡ് എ ചാർജ് ഓർ ഈവൻ എ ഒക്കാബുലറി ചാർജ് ബി ലെവിഡ് ഫോർ അഡ്മിറ്റൻസ്? ഡിസ്കസ് ദിസ് ഇഷ്യൂ ആൻഡ് ഗീവ് യുവർ ഒപ്പീനിയൻ. ഇതൊരു എസ് ആണ്, ഇത് സംഭവം ആർഗ്യുമെന്റ് ടൈപ്പ് എസ് ആണ്. അപ്പൊ ഞാൻ ആദ്യത്തെ 3 ആ ടൈപ്പുള്ള ഞാൻ എഴുതണം. ഓക്കെ, അതിനകത്ത് ഈ എസ് എക്കകത്ത് നോക്കുവാണെങ്കിൽ 2 പാർട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ ഷുഡ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത് മറ്റൊരു ഇതും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് ഡിസ്കസ് ദിസ് ഇഷ്യൂ, ഈ ഇഷ്യൂ ഡിസ്കസ് ചെയ്യാൻ പറയുന്നത് ഗീവ് യുവർ ഒപ്പീനിയൻ. അപ്പൊ എനിക്ക് ആദ്യത്തെ സംഭവം ഞാൻ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അതായത് ഈ സംഭവം ആർഗ്യുമെന്റീവ് എസ് ആണ് കണ്ടുപിടിച്ചു. സോ ആർഗ്യുമെന്റീവ് എസ്സയുടെ നമ്മുടെ പഴയ ഫോം നമുക്ക് ഓർമ്മയുണ്ട്, ആ ഫോമിലേക്ക് ഞാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ പാർട്ട് എടുത്തു. അപ്പൊ ഞാൻ ആൻസർ പുറത്തിട്ട് പ്ലാൻ ചെയ്തു. അത് കഴിഞ്ഞ് നോക്കുവാണ്. മ്യൂസിയംസ് ആൻഡ് ആർട്ട് ഗാലറീസ് ഓൾ അറൌണ്ട് ദ വേൾഡ് പ്രൊവൈഡ് പീപ്പിൾ വിത്ത് ഓപ്പർച്യൂണിറ്റി വിത്ത് വ്യൂ ആൻഡ് എക്സ്പീരിയൻസ് ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ. അതാണ് അതിന്റെ ഇൻട്രഡക്ഷന്റെ ടോപ്പിക് സെന്റൻസ്. അതിന്റെ ഹുക്ക് സെന്റൻസ് ഇതിന്റെ ഹുക്ക് സെന്റൻസ് അതിന്റെ ബ്രിഡ്ജ് സെന്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ ദോ ദീസ് പ്ലേസസ് ഹോൾഡ് പ്രൈസസ് artifacts, an important issue resides around the accessibility and whether or not they should be free. അതാണ് അതിന്റെ ബ്രിഡ്ജ്. ഞാൻ വലിയൊരു ഐഡിയയാണ് മ്യൂസിയംസ് ആൻഡ് ഗാലറി എന്ന് പറഞ്ഞ വലിയൊരു ഐഡിയയാണ് സംഭവം ഒന്നും കൂടെ ചെറുതായിട്ട് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ തിസീസ് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പോവാണ്. ഇൻ മൈ ഒപ്പീനിയൻ museums and art galleries should reserve the right to charge free upon entry just like many other attractions. അതാണ് എന്റെ ഈ ക്വസ്റ്റിന്റെ ആൻസർ. Should museums and art galleries be free from charge from general public, or should a charge, even a voluntary charge, be levied on admittance? അപ്പൊ ഞാൻ എന്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ഇൻ മൈ ഒപ്പീനിയൻ, ഞാൻ അപ്പൊ ഈ ക്വസ്റ്റിനോട് ആൻസർ ചെയ്യാൻ പോവാണ്. ചെയ്തു വന്നിരിക്കുകയാണ്. മ്യൂസിയംസ് ആൻഡ് ആർട്ട് ഗാലറി ഷുഡ് റിസർവ് റൈറ്റ്. അപ്പൊ ഞാനത് എഗ്രി ചെയ്യാം. ദിസ് ഇസ് മൈ ഒപ്പീനിയൻ. ഈ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അടുത്ത എന്താ ചെയ്യേണ്ടത് കാര്യമായിട്ടുണ്ടെങ്കിൽ, ഈ ഒപ്പീനിയൻ മാത്രം പറഞ്ഞപ്പോൾ ഐ ഹാവ് ടു പ്രൂവ് ഇറ്റ്. ഹൗ ക്യാൻ ഐ പ്രൂവ് ഇറ്റ്? ഓക്കെ, അപ്പൊ ഞാൻ ഇത് എന്റെ ഞാൻ ഇതിനെ കുറിച്ച് ആർഗ്യൂ ചെയ്ത് സംസാരിക്കാൻ പോവാണ്. എന്റെ ഒപ്പീനിയൻ കറക്റ്റ് ആണ്, ഐ വോണ്ട് ടു പ്രൂവ് ഇറ്റ്. അപ്പൊ അതിന് വേണ്ടി എനിക്കിപ്പോ 3 പാരാഗ്രാഫ് അവിടെ എഴുതണം. 3 സപ്പോർട്ടിംഗ് പാരാഗ്രാഫ് ഞാൻ എഴുതുന്നുണ്ട്. To begin with, there are many people who hold, നിങ്ങൾ ഒക്കാബിലിറ്റി മാത്രം നോക്കുക, hold the view museums should be free for key reasons. അപ്പൊ അതിന് ടോപ്പിക് സെന്റൻസ് തന്നെ കൊടുത്തു. അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഫസ്റ്റ്ലി അതിലൊരു ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കണക്റ്റീവ് വെർബ് ചേർത്ത് വെച്ചു. Firstly, museums are public services and therefore they should be available to anyone without restriction. Often monetary fund also മറ്റൊരെയാണ് ചേർത്തു, ഒരു ആഡ് ചെയ്ത് ഒരു ലിങ്കിങ് വേടാൻ ചേർത്തു. ആ ഫ്ലോ ഉണ്ടാക്കുകയാണ് ഞാനിങ്ങനെ. They are argue that fewer people would visit if a fee was required at the entry. ഞാൻ എന്റെ എക്സ്പ്ലനേഷൻ അവിടെ എഴുതി 2 സെന്റൻസ് സംഭവം എഴുതി. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒന്നും കൂടി ഉറപ്പിച്ച് പറയാണ്, അതായത് എക്സാമ്പിൾ കൊടുക്കാൻ പോണ്. Only the wealthy or people with a more disposable income could afford the argument by visiting museums. ഓക്കെ, ഞാൻ പിന്നെ അതിന്റെ അകത്ത് അവസാനം ഒരു ലിങ്കിങ് വേർഡ് കൊടുത്തിട്ട്, കോൺസിക്വന്റ്ലി
the group see the negative effects clearly of charging free of museums. ഓക്കെ, ഞാൻ ഈ സാധനം ഒന്നും കൂടെ വായിക്കാൻ പോകും, പക്ഷേ ഈ ലിങ്കിങ് വേർഡ്സ് ഉപയോഗിക്കണില്ല. അപ്പൊ എങ്ങനെ മാറ്റം സംഭവിക്കുകയാണ്, അതിന്റെ ഫ്ലോ ഇല്ലാതായി പോണേ കാണിച്ചു തരാം. Begin with there are many people who hold the view that a museum should be free from key reasons. Museums are public services and they therefore should be available to anyone without restriction or monetary funds. They argue that fewer people would visit if a fee was required entry. Only the wealthy and people with a more disposable income could afford the enjoyment of visiting museums. This group see the negative effect clearly of charging the fee of this. ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി, ലിങ്കിങ് വേർഡ്സ് ഇല്ലെങ്കിൽ ഈ സംഭവത്തിന് ഫ്ലോ ഒരുമാതിരി ഈ പാറപ്പുറത്ത് ഇട്ട് ഉറക്കണ സൗണ്ട് പോയ സംഭവം കംപ്ലീറ്റ് വന്നത്, ഒരു ഐഡിയ കിട്ടണില്ല, അതിനൊരു ഫ്ലോ വരുന്നില്ല. ഞാൻ രണ്ടാമത്തെ പാരാഗ്രാഫ് ഞാൻ പോവാം. രണ്ടാമത്തെ പാരാഗ്രാഫ്, ഇൻ ദ കോൺട്രാസ്റ്റ് മെനി പീപ്പിൾ സീ ചാർജിങ് എ ഫീ ഇമ്പോർട്ടന്റ് ഫോർ എനി മ്യൂസിയംസ് ഓർ ഗാലറി. ടോപ്പിക് സെന്റൻസ് അതിന്റെ എക്സ്പ്ലനേഷൻ. They see that the value of the artifacts held these places deserve to be valued by general public. In addition, governments generally do not have sufficient money to fund this institution, and as a result, the other priorities are made rather than the art galleries and museums. For instance, by charging a fee, these places could also purchase more artifacts and maintain the services much better. For this reason, they see charging a fee necessary. Appo topic sentence, explanation, example, conclusion. Idu njan connecting word vachu. Many people see that the charging fee is important for many museums and art galleries. They see that the value of the artifacts held these places deserve to be valued in the general public. Governments generally do not have sufficient money to fund these institutions, and other priorities are made rather than art galleries and museums. By charging a fee, these places could also purchase more artifacts and maintain better. There are charging a fee is necessary. In my opinion, എൻ്റെ ഒപ്പീനിയൻ കൊടുക്കുകയാണ് അവിടെ, അതായത് മൂന്നാമത്തെ പാരാഗ്രാഫ്. ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ആർഗ്യുമെന്റ് അതിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ബെനിഫിറ്റ് ഓഫ് ചാർജിങ് ഫീ ഗ്രേറ്റ്ലി outweigh benefit of providing free access. Usually the entry fees are not high or not too high for the most people, which means there has been a fees are reasonably low. A high percentage of the population could still visit the institution. ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ പോവാണ്. To summarize the topic providing access to museums and art galleries free of charge will always topic in this discussion. And my last it is important to recognize the larger and longer term benefits that are the institutions bring to the world. ഇതിന്റെ അകത്ത് നമുക്ക് അറിയാൻ പാകത്ത് ഏതെങ്കിലും വൊക്കാബുലറി ഉണ്ടോ? ഒന്നുമില്ല. നമുക്കറിയാം. ഇതാണ് അക്കാദമിക് വൊക്കാബുലറീസ്. ഓക്കെ, സോ വി ഹാവ് ടു ലേൺ അക്കാദമിക്. രണ്ടാമെന്ന് പറയുമ്പോ ഞാൻ എന്റെ ടാസ്ക് 2ന്റെ ഫോർമാറ്റ് അങ്ങ് തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. ഇൻട്രൊഡക്ഷന്, സപ്പോർട്ടിംഗ് പാരാഗ്രാഫ്, അതിന്റെ സപ്പോർട്ടിംഗ് പാരാഗ്രാഫ്, മൈ ഒപ്പീനിയൻ ആൻഡ് സമ്മറൈസ് കൺക്ലൂഷൻ. അതിന്റെ അകത്ത് ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഫോമില ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ. ഇതിന്റെ അകത്ത് ഞാൻ രണ്ട് കാര്യം ഇപ്പൊ ചെയ്തു. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണക്റ്റീവ് വേർഡ്സ് വെച്ച് ഉള്ളത് വായിച്ചു. രണ്ടാമത് കണക്റ്റീവ് വേർഡ്സ് ഇല്ലാണ്ട് വായിച്ചു. കണക്റ്റീവ് വേർഡ്സ് ഇല്ലാണ്ട് വായിച്ചു കഴിയുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലുണ്ടാവും. അതായത് ഇന്നലെ വരെ നിങ്ങൾ എഴുതിയ സബ്ജക്ട് ടെസ്റ്റുകളിൽ ഒന്നും കണക്റ്റീവ് വേർഡ്സ് ഉണ്ടാകുന്നില്ല അല്ലെ. അതേ ആൻസർ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം അല്ലെ. അപ്പൊ സബ്ജക്ട് ടെസ്റ്റ് എഴുതിയപ്പോൾ നമ്മൾ ഇന്ന് വരെ കണക്റ്റീവ് വേർഡ്സ് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ സബ്ജക്ട് ടെസ്റ്റ് ചെയ്യുന്ന ഫീലിംഗ് ആണ്, ആ സെയിം ഇതാണ് നമുക്ക് വന്നത് ഈ കണക്റ്റിവിറ്റീസ് ഇല്ലാണ്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെ. സോ വി ഹാവ് ചേഞ്ച് അവർ പാറ്റേൺ. അപ്പൊ നമ്മുടെ വലിയൊരു മിസ്റ്റേക്ക് നമുക്കിന്ന് മനസ്സിലായി. നമ്മൾ സബ്ജക്ട് ടെസ്റ്റ് ചെയ്ത് ശീലിച്ച ആൾക്കാര് ലാംഗ്വേജ് ടെസ്റ്റ് എഴുതുമ്പോൾ അതിന് ഫ്ലോ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? കണക്റ്റിവിറ്റീസ് വേണം. അപ്പൊ എന്തുകൊണ്ടാണ് കണക്റ്റിവിറ്റീസ് വേണമെന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം, കണക്റ്റിവിറ്റീസ് ഉപയോഗിച്ച് ഇന്നലെ വരെ നമ്മൾ ഒരു എക്സാമും എഴുതിയിട്ടില്ല. ഓക്കെ, സോ വി ഹാവ് ടു മേക്ക് ദാറ്റ് ഹാബിറ്റ്.
അത് ഉണ്ടാക്കുമ്പോഴുള്ള മീനിങ്ങും അതിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ലെസൺ നമ്പർ 2 നോക്കാം. ലെസൺ നമ്പർ 2ന്റെ അകത്ത് many historic buildings are being destroyed or replaced. What are the reasons? What should be done to preserve these buildings? രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. രണ്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു തീം തന്നിട്ട് 2 ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാനാണ്. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ഡിസ്കഷൻ ഫോർമാറ്റിൽ എഴുതുക. ഡിസ്കഷൻ ഫോർമാറ്റിൽ എഴുതുന്ന ഞാൻ നോക്കിയേ. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വന്നു ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 2, ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 3. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പറിലേക്ക് നമ്മൾ പോയി. ഞാൻ ഈ എസ്സേ വായിച്ചു നോക്കാണ്. ഒക്കാബുലറി ശ്രദ്ധിക്കുക. ഇൻട്രൊഡക്ഷൻ, ടോപ്പിക് സെന്റൻസ്. My world is constantly changing due to urban development and an increased population. And a bridge sentence. As a result of this destroying places, many historic buildings are once they have lost and they are lost forever. There are several reasons which cause to this occur, but more importantly, there are specific things that should be done in order to preserve this historic building. And the question, the answer, what are the reasons for that? What should be done to preserve the answers? What are reasons for that? There are several reasons which cause this occur, but most importantly, എന്താ ചെയ്യേണ്ടത്? അത് അപ്പൊ എന്റെ ക്വസ്റ്റിന് ആൻസർ കൊടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടി വരും? I have to go for argue my case again. There are several reasons which cause loss of historic buildings in this. This is usually based on the current purpose. Topic sentence. Explanation. Many old buildings were used for residential purposes and do not serve a huge purpose in the current day. Example. These 4 old residential buildings generally attract our lower socio-economic groups, which bring more problem to reduce safety. Conclusion. Buildings that are being destroyed or replaced done so simply because they do not serve much purpose in the current climate. Okay. Topic sentence. The preservation of the historic buildings is important. However, this need to be clear reason for this. However, government houses and civic buildings are examples of the buildings which are still serve a purpose today, will do so in the future. For example, an old rundown residential block does not serve purpose the government house would due to the current and future value of sentence today in the future. Therefore, it is important to clarify the current and future use of historic buildings, determine whether should be there. But topic sentence, explanation, example, conclusion. Proper conclusion. In conclusion, it is true that many historic buildings are being destroyed or replaced. However, in today's society, and the conclusion, however, in today's society, the strict rules are enforced to clearly differentiate the historic buildings which do not serve a purpose of moving into the future of the opposed to the building that to do. Therefore, however, the preservation should not be implemented for every historic building. ഞാൻ 2-3 ഹവർ എക്സ്ട്രാ ഉപയോഗിച്ചല്ലേ? അത് ആക്ച്വലി ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാര്യം പറഞ്ഞെങ്കിൽ അങ്ങനെ ഹവർ കോർന്ന് ഉപയോഗിക്കുമ്പോ എക്സ്ട്രാ പിച്ച വന്നെ. സോ ഒരു ഓക്വേർഡ് ഫീൽ ചെയ്യണ്ടല്ലേ? ആ ഫ്ലോ ശരിയായ ഫ്ലോ അല്ലാതെ നമ്മൾ ഈ കലാനിലൊക്കെ വേവിപ്പ് ഉണ്ടാക്കിയപ്പോഴേക്കും ഞാൻ പറഞ്ഞ ഒരു എക്സ്ട്രാ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുക, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുള്ളൂ, അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അത് വൃത്തിയായിട്ട് മാറും. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മുടെ എക്സാക്ട് നമ്മുടെ ഫോർമാറ്റ് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ. അത് അവസാനത്തെ എസ്സേ നോക്കാം. Using a computer every day can make more negative than positive effect on the children. Do you agree or disagree? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ എഗ്രി ചെയ്യാനോ ഡിസഗ്രി ചെയ്യാനുണ്ടോ? അപ്പൊ എന്റെ മനസ്സിലേക്ക് വന്നു, ഓക്കെ, അത് പ്രപ്പോസൽ ടൈപ്പ് എസ്സേ ആണ്. അപ്പോ പക്ഷെ എന്റെ ഫോർമാറ്റിന് പ്രത്യേകിച്ച് വ്യത്യാസം ഉണ്ടാവുന്നില്ല. Since computers were invented, they have become more and more involved in everyday life of living. ഒരു ബ്രോഡർ ടൈം അത്. ടോപ്പിക് സെന്റൻസ്, അതിന്റെ ഹുക്ക് ബ്രിഡ്ജ് സെന്റൻസ് നോക്കിയേ.
Computers are now used for social, economic, entertainment purpose. However, does the use of the computer children have more negative effect? അതായത് ചോദ്യം ചോദിച്ചാണ് നമ്മുടെ ബിസിനസ് നമ്മൾ അവസാനിപ്പിച്ചാണ്. In my opinion, the daily use of the computers by adolescent children does not have much greater negative effect than positive for two main reasons. അതല്ല എന്റെ ആൻസർ ഇവിടെ. ഞാനത് എഗ്രി ചെയ്തേക്കണു, അതുകൊണ്ട് എഗ്രി ചെയ്യാനുള്ള ആൻസർ കൊടുത്തണു. യൂസിങ് കമ്പ്യൂട്ടർ എവറി ഡേ ക്യാൻ ബി മോർ നെഗറ്റീവ് ദാൻ പോസിറ്റീവ് എഫക്റ്റ്. അതുകൊണ്ട് ഞാൻ എന്റെ ആൻസർ കൊടുത്തണു. സോ നമ്മുടെ തിസിസ് സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണത്. അടുത്ത നോക്കിയേ. ഫസ്റ്റ്ലി, even though the computers like the most of the fun the persons growing up, this contribution contributes to the lack of physical exercise and subsequent fitness. Topic and answer. Explanation. As all health experts and doctors recommend, everybody should be doing some kind of exercise every day to keep their body in a shape. The problem which using a computer every day means the bodies are not being exercised the contracts and recommendations of the medical professions. Explanation. ഈ സംഭവത്തിനെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കതിനകത്ത്. ഇവിടെ നോക്കിയേ. I personally remember an experience from my life. Okay, when I was a younger, several friends would spend hours of playing computer games. Subsequently, were never good at school sports. അവിടെ കൺക്ലൂഷൻ ഇല്ല, ശ്രദ്ധിച്ചോ? Good. Furthermore, topic and answer. The impact of a daily computer use affect the young children. And explanation is when a person is adolescent, there are many constantly learning about the world at a large part of the period in social awareness. Using the computer does not allow a child to socialize with their children, which then causes the development slow. Explanation. As an illustration, മറ്റൊരു രീതിയിൽ ഫോർ എക്സാമ്പിളും ഫോർ ഇൻസ്റ്റൻസും പകരം ഒരു റീസൺ പറയാണ്. റീസൺ പറയാനൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം. Social ability affects not only the person in social situations but also for the future purpose like work and adult relationships. To summarize and the conclusion, I completely agree with the daily use of the computers have more negative effect than on children because sense. A child needs a physical exercise, social stimuli for positive growth, and the high computer use of simply do not allow this to happen. അപ്പോ ഇപ്പൊ നമ്മൾ പഠിച്ച തിയറി എല്ലാം ഈ എക്സാമ്പിളിൽ പ്രാക്ടിക്കൽ വന്നിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മൾ കണ്ടു ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുന്നത്, അതിനെ തിസിസ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, അത് 3 ഇൻട്രൊഡക്ഷൻ ധരിച്ചിട്ടുണ്ട്. പിന്നെ 2 സപ്പോർട്ടിംഗ് പാരാഗ്രാഫ് വന്നിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ഗീവ് ഒപ്പീനിയൻ വന്നിട്ടുണ്ട്. സപ്പോർട്ടിംഗ് പാരാഗ്രാഫിന്റെ അകത്ത് എല്ലാത്തിന്റെ അകത്ത് ഞാൻ ടോപ്പിക്സ് ആൻഡ് ആൻസർ, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ ലെവലിൽ പോയിട്ടുണ്ട്. പിന്നെ അത് ഞാൻ SM 3 രീതിയിൽ കണ്ടു. 1 ആർഗ്യുമേറ്റീവ്, 2 പ്രപ്പോസൽ ആൻഡ് ഡിസ്കഷൻ. പിന്നെ ഞാൻ കണ്ടു ലിങ്കിങ് വേർഡ്സ് ഉപയോഗിക്കാൻ ഞാൻ കണ്ടു. ലിങ്കിങ് വേർഡ്സ് ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ പണ്ട് സബ്ജക്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ആയി പോകുന്നു. ലിങ്കിങ് വേർഡ്സ് ഉപയോഗിച്ച് മാത്രമാണ് ലാംഗ്വേജ് ടെസ്റ്റ് എഴുതാവുള്ളൂ ഞാൻ കണ്ടു. അപ്പൊ അതിന്റെ പ്രത്യേകത എനിക്ക് മനസ്സിലായി. വായിച്ചു കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് ഇതിനകത്ത് ഒറ്റ ഒക്കാബിലിറ്റി എനിക്ക് അറിയേണ്ടതായിരുന്നു. എനിക്ക് ഡിക്ഷണറി നോക്കേണ്ട ഒറ്റ ഒക്കാബിലിറ്റി ഇല്ല. എല്ലാ ഒക്കാബിലിറ്റി എനിക്കറിയാം. ബേസിക്കലി വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇറ്റ്, നമ്മൾ ഈ 3 എസ്സേയും കാണാൻ പഠിക്കുക കേട്ടോ. അപ്പൊ കുറെ ഒക്കാബിലിറ്റീസ് കിട്ടും കേട്ടോ. ആ സെന്റൻസുകൾക്കല്ല ഫോക്കസ് ചെയ്യേണ്ടത്. ആ എസ്സേ അങ്ങനെ തന്നെ കാണാൻ പിടിച്ചോ. വി ക്യാൻ യൂസ് ദ ഒക്കാബിലിറ്റി സംടൈംസ് സംവെയർ. അറ്റ്ലീസ്റ്റ് വി ഗോട്ട് a 1000 vocabulary in our brain. Easy way to. Vocabulary പഠിക്കാൻ വേണ്ടി soon won't happen. So ഫോക്കസ് ചെയ്യേണ്ടത് vocabulary പഠിക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. സോ ആ 3 എസ്സേകൾ പഠിക്കുക. ഞാനത് ഇന്ന് ഇട്ട് തരാം. അപ്പൊ ഇന്ന് മുതൽ അത് പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ടാസ്ക് 1ഉം ടാസ്ക് 2. ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഗ്രാഫിന്റെ അകത്തോടെ പോയിട്ട്, അപ്പൊ ഞാൻ പറഞ്ഞ 3 ഗ്രാഫ് നമ്മൾ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യണ്ട കേട്ടോ. ഞാനത് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പഠിക്കാൻ സമയം തന്നെയാണ് കേട്ടോ. അപ്പൊ എഴുതുമ്പോ ആ 18 മിനിറ്റിനുള്ളിൽ സംഭവം എഴുതി
അത് വണ്ണം. അപ്പൊ ഞാൻ പോസ്റ്റ്പോൺ ചെയ്യണതനുസരിച്ച് നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യണം. ഞാൻ പോസ്റ്റ്പോൺ ചെയ്യണത് അതൊരു ഗുണകരമായിട്ട് എടുത്തിട്ട് പോസിറ്റീവായിട്ട് മാറ്റാറുണ്ട്. അപ്പൊ ബേസിക്കലി നമുക്കൊരു 3 ഗ്രാഫുകൾ പഠിക്കാനുണ്ട്. അതിന്റെ ഒക്കാബുലറി പഠിക്കാൻ എല്ലാം ബോംബാടി എത്ര ആവശ്യമുണ്ടെങ്കിൽ ആ 3 ഗ്രാഫിന്റെ ഒക്കാബുലറിയും ഈ 3 എസ്സയുടെ ഒക്കാബുലറി നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് ഇൻ എ വെരി ഗുഡ് പൊസിഷൻ. So then we know that what we are doing. Okay. So അതുകൊണ്ട് നമുക്ക് നമ്മുടെ കോപ്പി ആൻഡ് റീറൈറ്റ് എന്നുള്ള മെത്തേഡിൽ നമുക്ക് പോവാം. അപ്പോ ഒരു പണി, അപ്പൊ നമുക്ക് നാളെ കാണാം. ഞാനിതിപ്പോ തന്നെ ഫേസ്ബുക്കിലേക്ക് ഇട്ടേക്കാം. പഠിക്കാനുള്ള എസ്സേ 3 ഈ കളറിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ അത് കളർ ആക്കി വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ കേട്ടോ. അതായത് ടോപ്പിക് സെന്റൻസും എക്സ്പ്ലനേഷൻ എക്സാമ്പിൾസും മനസ്സിലാക്കാൻ വേണ്ടി കളർ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഞാനിപ്പോ തന്നെ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോ ഈ ഒരു ചെക്ക് ലിസ്റ്റും കൂടെ ശരിക്കും നോക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്തോടെ നമുക്ക് മാർക്ക് പിന്നെ ഇതിപ്പോ ടാസ്ക് റെസ്പോൺസും കൊഹീഷനും നമ്മുടെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ 4 പോയിന്റ് ഒക്കെ നമ്മൾ എക്സാം എഴുതണ്ട കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ കാണാം. ഓക്കെ. ബ്ലസ്സി അവിടെ നമുക്കൊന്ന് കുറച്ച് ടെൻസ് നോക്കിയിട്ട് പോകട്ടെ. Okay, thank you. Okay, thank you, sir. Good night. Thank you, sir. Thank you. പഠിച്ചോ ബ്ലസ്സി? സാർ നോക്കിയായിരുന്നു. എന്തൊക്കെയാ ടെൻസുകൾ? ഒരു സെന്റൻസ് എടുത്തിട്ട് എല്ലാ ടെൻസിലേക്കും ഒന്ന് മാറ്റാവോ? സാറിന് ഞാൻ സെന്റൻസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഹോണസ്റ്റ്ലി ഞാൻ ഇന്ന് ജോലി കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഒന്നും നോക്കാൻ സമയം, ഞാൻ അവിടുന്ന് റഷ് ചെയ്തായിരുന്നു. ഞാൻ അതുകൊണ്ട് ഞാൻ വൈകുന്നേരം ഇപ്പൊ ഡ്യൂട്ടിക്ക് 8 മണി കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഫ്രീ ടൈം കിട്ടിയോ പെട്ടെന്ന് എഴുതി സാറിന് അയച്ചായിരുന്നു. വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. 5 സെന്റൻസ്, സിമ്പിൾ സെന്റൻസ് എഴുതിയുള്ളൂ, വെറുതെ ആലോചിച്ചൊന്നുമില്ല. കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ സെന്റൻസ് ഹി പ്ലേസ് ഫുട്ബോൾ, അതിന്റെ എല്ലാ ടെൻസും പറഞ്ഞേ. He plays football, simple present. He is playing football. He have played football. He have been playing football. Past tense la he played football. He was playing football. He had played football. He had been playing football. Okay. Future tense, he will play football. He will be playing football. He will have played football. He will have been playing football. Okay, well done. Good. Past perfect പറഞ്ഞത്? Past perfect, he had played football. Present perfect continuous പറഞ്ഞേ? He have been playing football. He will be playing football. അതിന്റെ ടെൻസ് അത്? Future continuous. He had play football. അതിന്റെ ടെൻസ് അത്? Past perfect. He had play football. He had played football. He had play football എന്ന് പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ. കാരണം he had played football. Okay. ആര് കേട്ട അപ്പൊ തന്നെ നമ്മള് കൺക്ലൂഷനിൽ എത്താൻ പാടില്ല. വി ഹാവ് ടു ബി വെരി വെരി കാര്യത്തിനകത്ത് നമുക്ക് ഭയങ്കര ശ്രദ്ധിക്കാം കേട്ടോ. He will be playing football. Present future continuous. He has played football. Present perfect. He did play football. He did play simple past. He had been playing football. He had been playing past continuous. Well, perfect continuous. Okay, good. അപ്പൊ നമുക്കിപ്പോ ഒരുമാതിരി തറവായി അല്ലേ? ഐ എം വെരി ഇംപ്രസ്ഡ്, വെരി ഗുഡ്. 2 ദിവസം കൊണ്ട് തന്നെ ഇത്രയും നല്ല തറവായിട്ട് കിട്ടിയില്ല. നമുക്കപ്പൊ നാളെ പാസീവ് വോയിസ് പഠിക്കാവോ? പഠിച്ചേക്കാം. ഓക്കെ.
അപ്പൊ നാളെ ഫുൾ ഡേ പാസ്വേഡ്സ് പഠിച്ചോ. പിന്നെ എനിക്ക് ബ്ലസ്സിയുടെ ഇമെയിൽ അഡ്രസ് എനിക്ക് ടെക്സ്റ്റ് ചെയ്യാവോ? അപ്പൊ ഇമെയിൽ അഡ്രസ് ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോ ആ ഫേസ്ബുക്കിന്റെ ആ പേജിന്റെ ലിങ്ക് ഞാൻ ബ്ലസ്സിക്ക് ടെക്സ്റ്റ് ചെയ്യാം, ഇമെയിലിൽ അയക്കാം. ആ ലിങ്ക് വന്നു കഴിയുമ്പോൾ അതൊന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫേസ്ബുക്കിന്റെ പേജാ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫേസ്ബുക്ക് അല്ല കേട്ടോ, ഫേസ്ബുക്കിന്റെ പേജാ. അപ്പൊ അതിനകത്ത് എല്ലാം ഉണ്ട്, എല്ലാ ക്ലാസ്സും അതിന്. അപ്പൊ ജസ്റ്റ് അടിയിലേക്ക് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ക്ലാസ് എല്ലാം അപ്പൊ അതിന് അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ടാവും. പുതിയ പേജ് കേട്ടോ, അവിടെ അതിന് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പോ ഇന്നത്തെ ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലേ നമ്മൾ എന്താണ് ടാസ്ക് 2 എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോ അത് നമുക്ക് അപ്പോ ഞാൻ ബ്ലസ്സിക്ക് ഞാൻ ആ എസ് ഇട്ട് തരാം. എസ് ജസ്റ്റ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്താ കേട്ടോ. ആ ഹുക്ക് സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കുന്ന, നമുക്ക് ഒരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് അതെനിക്ക് അത്രയ്ക്ക് അങ്ങ് പിടി കിട്ടുന്നില്ല. അതെങ്ങനെയുണ്ട് എനിക്ക് സെന്റൻസ് എഴുതാനുള്ള ആ ഒരു ഇത് കാരണമാണോന്ന് അറിയില്ല, എക്സിറ്റേഷൻ കാരണമാണോന്ന്. അത് പേടിക്കണ്ട. അതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആങ്സൈറ്റി പോകുന്നുണ്ട്. ഒന്ന് പറയുമ്പോ നമ്മുടെ സെന്റൻസ് കറക്റ്റ് ആണോ എന്നുള്ളവരും പോകുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് നമ്മുടെ ഒരു ബ്രോഡർ ഐഡിയ വന്നാൽ മതി. ഓക്കെ, അത് നമുക്ക് വരാം കേട്ടോ. ഡോണ്ട് വറി അബൌട്ട് ടു മച്ച് അബൌട്ട് ദാറ്റ്. കാരണം പറഞ്ഞാൽ നമുക്ക് സെന്റൻസിൽ നമുക്ക് കൺട്രോൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു സ്റ്റെപ്പ് ഫർദർ പോയി നമുക്ക് ഐഡിയയെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ നമുക്കിപ്പോ നമ്മൾ സെന്റൻസ് ഹുക്ക് സെന്റൻസ് ഏതായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ 2 കാര്യം പോകും. ഞാൻ എഴുതുന്ന സെന്റൻസ് ശരിയാവോ, എന്റെ ടെൻസ് ശരിയാവോ, എന്റെ പ്രപ്പോസൽ ശരിയാവോ, അങ്ങനെ ഒരുപാട് ചെറിയ കാര്യങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. നമുക്കത് ഞാൻ പിന്നെ കുറെ എസ് ഇട്ട് തരാം. അപ്പൊ നമ്മൾ കുറെ എസ് വായിക്കുമ്പോൾ നമുക്ക് പിന്നെയും കൂടെ കുറച്ചും കൂടെ നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റില് ഒരു സെന്റൻസ് പറഞ്ഞേ. Past perfect. He had played football. He was playing football. അതെന്താ? He was playing past continuous. He did play football. He did play football. A simple past. He plays football. Simple present. He does play football. Simple present. Very good. അപ്പൊ അത് ഞാൻ കൺവിൻസ്ഡ് ആണ്, അതൊന്നും തറവായിരുന്നു കേട്ടോ. നിങ്ങൾക്കൊന്നും മാറില്ല. അപ്പൊ നീ ആ പാസീവ് വോയിസ് പഠിച്ചു. നാളെ പഠിക്കുമ്പോൾ നാളെ ഞാൻ ഇപ്പൊ അത് ആ ഫേസ്ബുക്കിലേക്ക് ഇട്ട് തരാം കേട്ടോ. Okay, sir. Done. Thank you, sir. Good night. Thank you.